നമസ്കാരം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി. അതേസമയം ഇന്നത്തെ ചർച്ചയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്തിട്ടില്ല. ഇന്ന് വാർത്താസമ്മേളനം ഉണ്ടാകുമോ എന്നതിലും തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയാകുമെന്നും ചില കോണുകളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിടെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാത്തിരിപ്പിന് ഇന്ന് അറുതിയാകുമെന്ന പ്രതീക്ഷയ്ക്കിടെ VD സതീശന്റെ വീടിന് മുന്നിലേക്ക് അണികളുടെ പ്രവാഹമാണ്. കണ്ണേ കരളെ VDSA എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് അണികൾ തമ്പടിച്ചത്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ അണികൾ വീടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആരാണ് എന്നതാണ് ഇനി അറിയേണ്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് റിസ്കുകളും ഘടകകക്ഷി താൽപ്പര്യവും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. സമവായ മുഖ്യനായി ചെന്നിത്തലയ്ക്കും സാധ്യത നിലനിൽക്കുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ പലവിധ ഫോർമുലകളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. UDF മുന്നണിയിൽ മുസ്ലിം ലീഗ് സതീശന് വേണ്ടി നിലപാട് സ്വീകരിച്ചതോടെ സതീശന്റെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ലീഗിനെ പിണക്കിയുള്ള തീരുമാനത്തിന് സോണിയാഗാന്ധിക്ക് താല്പര്യമില്ല. KCയെ പ്രഖ്യാപിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ അടക്കം പ്രതിഷേധമുണ്ടാകുമെന്നാണ് സൂചനകൾ. ഈ പശ്ചാത്തലത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് ഫോർമുല. നിലവിൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന KCയെ ഡൽഹിയിൽ തന്നെ നിലനിർത്താനും ആലോചിക്കുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കുകയും KC പക്ഷത്തെ MLA-മാർക്ക് 8 മന്ത്രിസ്ഥാനം വരെ നൽകാനുമാണ് ഫോർമുല. ഇതിൽ ഏത് ഫോർമുലകൾ അംഗീകരിക്കപ്പെടുമെന്നതാണ് അറിയേണ്ടുന്നത്. ഇതിനിടെ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. നിലവിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്ന നിലപാടാണ് ജോസഫ് വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അധികാരമേറ്റ ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടത്തേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന രാഷ്ട്രീയ തന്ത്രമാണ് ജോസഫ് വിഭാഗം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ MLA അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി പിന്നീട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയം ഉറപ്പിക്കാൻ കഴിയില്ലെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രത്യേകമായി ആരുടെയും പേര് തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലെന്നും PJ ജോസഫ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം പിന്നിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ UDF-ലെ ഘടകകക്ഷികൾക്കിടയിൽ പുകയുന്ന കടുത്ത അതൃപ്തിയുടെ ഭാഗമായിട്ടാണ് ജോസഫ് വിഭാഗത്തിന്റെ ഈ പ്രതികരണം. മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ പാർട്ടികൾ ഇതിനോടകം തന്നെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. വൻ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ഈ മെല്ലെപ്പോക്ക് അണികളിൽ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ടെന്ന് ഘടകകക്ഷികൾ ഒരേപോലെ ചൂണ്ടിക്കാട്ടുന്നു. ഭരണസിരാ കേന്ദ്രത്തിൽ തീരുമാനം വൈകുന്നതിനെതിരെ താഴെത്തട്ടിലും പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പ്രവർത്തകർ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരെയുണ്ടായി. ഡൽഹിയിൽ ഹൈക്കമാൻഡ് മാരത്തൺ ചർച്ചകൾ നടത്തുമ്പോഴും കേരളത്തിലെ മുന്നണി ബന്ധങ്ങളെ ബാധിക്കാത്ത രീതിയിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന കടുത്ത സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ നിരവധി പേർ ഒത്തുകൂടിയിട്ടുണ്ട്. 100-ലേറെ പ്രവർത്തകർ വീടിനകത്തും പുറത്തുമായിട്ടുണ്ട്. വീടിന് മുന്നിൽ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകരോട് സതീശൻ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂറും മുന്നോട്ട് നീങ്ങി തുടങ്ങിയതോടെ സതീശൻ്റെ വീട്ടിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. VDയുടെ ജന്മനാടായ നെട്ടൂരിൽ ഫ്ലെക്സ് പ്രിന്റിംഗും ആരംഭിച്ചു കഴിഞ്ഞു. നെട്ടൂരിൻ്റെ അഭിമാനം നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നെട്ടൂർ INTCയുടെ പേരിലാണ് ഫ്ലെക്സ്. തിരുവനന്തപുരം വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും അനുയായികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഹരിപ്പാട്ട് നിന്നും മറ്റുമാണ് കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.